ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച ഈ ചിത്രം ആഭ്യന്തര, അന്തർദേശീയ വിപണികളിൽ അഭൂതപൂർവമായ വിജയം നേടി. ഇന്ത്യയിൽ എമ്പുരാൻ ആദ്യ 3 ദിവസങ്ങൾക്കുള്ളിൽ ഏകദേശം 46 കോടി രൂപ നേടി. 21 കോടി രൂപ എന്ന മികച്ച ആദ്യദിന കളക്ഷൻ നേടി. ഏതൊരു മലയാള ചിത്രത്തിനും ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ എമ്പുരാൻ സ്വന്തമാക്കി. 4ാം ദിവസത്തോടെ ചിത്രം ലോകമെമ്പാടും 150 കോടി രൂപ കവിഞ്ഞു. ഈ ദ്രുതഗതിയിലുള്ള വളർച്ച എമ്പുരാൻ എക്കാലത്തെയും ഏറ്റവും വേഗത്തിൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. ആഗോളതലത്തിൽ L2 എമ്പുരാൻ 3 ദിവസങ്ങൾക്കുള്ളിൽ ഏകദേശം 138.51 കോടി രൂപ കളക്ഷൻ നേടി. ലൂസിഫർ, പ്രേമലു തുടങ്ങിയ ജനപ്രിയ മലയാള ചിത്രങ്ങളുടെ ആജീവനാന്ത വരുമാനത്തെ മറികടന്നു. മഞ്ഞുമ്മൽ ബോയ്സ് 242 കോടി രൂപ, 2018 177 കോടി രൂപ, ദി ഗോട്ട് ലൈഫ് 158.50 കോടി രൂപ എന്നിവയുൾപ്പെടെയുള്ള മുൻനിര മലയാള ബ്ലോക്ക്ബസ്റ്ററുകളെ വെല്ലുവിളിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചിത്രത്തിന്റെ മികച്ച പ്രകടനം ചർച്ചകൾക്ക് തുടക്കമിട്ടു. എമ്പുരാന്റെ വിജയം മലയാള സിനിമയുടെ ആഗോളതലത്തിലുള്ള വ്യാപ്തിയെ എടുത്തുകാണിക്കുന്നു. ചിത്രത്തിന്റെ ആകർഷകമായ ആഖ്യാനം, സ്റ്റൈലിഷ് എക്സിക്യൂഷൻ, മോഹൻലാലിന്റെ താരശക്തി എന്നിവ അതിന്റെ റെക്കോർഡ് ഭേദിക്കുന്ന എണ്ണത്തിന് കാരണമായി. ഈ പ്രവണത തുടർന്നാൽ ഇന്ത്യൻ സിനിമയിൽ ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ ആധിപത്യം വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് എമ്പുരാൻ പുതിയ വ്യവസായ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചേക്കാം. സ്ഥിരമായ പ്രേക്ഷക താൽപര്യവും ശക്തമായ വാമൊഴി പ്രചാരണവും ഉള്ളതിനാൽ പ്രാദേശിക സിനിമയ്ക്ക് ലോകമെമ്പാടും വമ്പിച്ച ആകർഷണം നേടാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന എമ്പുരാൻ ഇതുവരെയുള്ളതിൽ വച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളിലൊന്നായി മാറാനുള്ള പാതയിലാണ്.